ഫുട്ബോളിന് വളക്കൂറുള്ള മണ്ണാണ് കേരളം. ഭാവിയിൽ മികച്ച ഇന്ത്യൻ താരങ്ങളെ സംഭാവന ചെയ്യുക കേരളമായിരിക്കും. Kerala was a very established club. നാലാം സീസണിന് തയ്യാറെടുക്കുമ്പോൾ നഷ്ടപ്പെട്ട കിരീടമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത്. ടീമിലെ 2 താരങ്ങളെയും നിലനിർത്തുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ്. CK വിനീതും കോച്ചായി സ്റ്റീവ് കോപ്പലും ടീമിൽ ഉണ്ടാകുമോ എന്നതിൽ ഉറപ്പു നൽകാനാവില്ലെന്ന് ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചു. ബ്ലാസ്റ്റേഴ്സ് ഒരു ഫ്ലോപ്പ് ക്ലബ്ബാണോ? ഉത്തരം യെസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇൻഡിവിജ്വൽ ടൈറ്റിൽസ് ആയ ഗോൾഡൻ ബൂട്ടോ, ഗോൾഡൻ ഗ്ലൗവോ, ഗോൾഡൻ ബോളോ ഒഴിച്ച് നമുക്ക് വേറെ ഒന്നും തന്നെ നേടാൻ സാധിച്ചിട്ടില്ല ആസ് എ ടീം എന്നുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ഫാൻ അല്ലാതെ നമ്മൾ വേറെ ഏത് ടീമിൻ്റെ ഫാനോട് വെച്ചാലും പറയും ആവറേജ് അറ്റൻഡൻസ് അല്ലാതെ നമുക്കൊന്നും തന്നെ നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഒരു ഫ്ലോപ്പ് ക്ലബ്ബായത്? ഏത് തീരുമാനമാണ് നമ്മളെ ഇങ്ങനെ എത്തിച്ചിട്ടുള്ളത്? നമുക്ക് നോക്കാം. സോ നിങ്ങൾ വീഡിയോ മൊത്തമായി കണ്ടിട്ട് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ 85 ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ തുടർന്നേക്കാം. ഇതെല്ലാം തുടങ്ങുന്നത് 3rd സീസണിൽ നിന്നാണ്. 3rd സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആസ് എ ടീം നമുക്ക് അൺസ്റ്റോപ്പബിൾ ആയിരുന്നു. ഫൈനലിൽ നമ്മൾ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 80-ക്കെതിരെ തോക്കുന്നു. എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫർ വിൻഡോ ആണ് നമ്മുടെ ടീമിൻ്റെ ഡൈനാമിക്സ് തന്നെ മാറ്റിക്കളഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു നല്ല സീസൺ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ കൂടുതൽ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിലേക്ക് കൂടുതൽ പോയാലേ നമുക്ക് വ്യക്തമായി കണ്ടിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കൂടുതൽ ഫാൻസിലേക്ക് റീച്ച് ആകാൻ വേണ്ടി നമ്മൾ കാണിച്ചു കൂട്ടിയതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നമ്മളൊരു ഫ്ലോ ക്ലബ്ബ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മെജോറിറ്റി വഹിച്ചിട്ടുള്ളത് നമ്മുടെ 4th സീസൺ തന്നെയാണ്. ഓക്കെ, മെനി ഫാൻസ് അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഓഫ് ഫാൻസിനും ഇതിനോട് ഒരു എഗ്രി ചെയ്യാൻ പറ്റില്ലായിരിക്കും. എന്നാൽ ഞാൻ എൻ്റെ ഒരു ഭാഗം പറയാം, നിങ്ങളുടെ ഭാഗം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഞാൻ വീണ്ടും പറയുന്നു, നമ്മളൊരു ഫ്ലോ ക്ലബ്ബ് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മെജോറിറ്റി ഭാഗവും അല്ലെങ്കിൽ അതിൻ്റെ റീസൺ നമുക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ 4th സീസൺ തന്നെയായിരിക്കും. നമ്മൾ കൂടുതൽ ഫെയിമിലേക്കും മാർക്കറ്റിങ്ങിലേക്കും അല്ലെങ്കിൽ കൂടുതൽ ഫാൻസിനെ അട്രാക്ട് ചെയ്യാനും വേണ്ടി കുറേ നീക്കങ്ങൾ നടത്തി. അതിലൊന്നാമത്തെയായിരുന്നു നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അസിസ്റ്റന്റ് കോച്ചും അതുപോലെ ഒരു ISLലേക്ക് ബിഗ് ഇമ്പാക്റ്റ്, ഒരു ബിഗ് ഫിഷ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന റെനെ മുണ്ടസ്റ്റേ എന്ന നമ്മുടെ ഹെഡ് കോച്ച്. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് റെനി മ്യൂലൻസ്റ്റീന് കൊച്ചിയിൽ ഊഷ്മളമായ വരവേൽപ്പ്. ഡച്ച് പരിശീലകൻ റെനെ മ്യൂലൻസ്റ്റീൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അലക്സ് ഫെർഗ്യൂസൺ മാനേജറായിരുന്നപ്പോൾ സഹ പരിശീലകനായിരുന്നു. ന്യൂസും മീഡിയ മൊത്തം തന്നെ ആ വാർത്ത ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനു പുറമെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ ഒന്നുകൂടെ കത്തിക്കയറ്റാൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഫാൻസിനെ മൊത്തം അട്രാക്ട് ചെയ്യാൻ അടുത്ത 2 സൈനികളോട് വരുന്നു. 2 ബിഗ് ഫിഷസോടെ, വെസ് ബ്രൗണും അതുപോലെ ബെർബട്ടോയും കൂടെ സൈൻ ചെയ്തപ്പോൾ നമ്മുടെ ഫാൻസിന് വിഷമവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സങ്കടം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു. കാരണം 3rd സീസണിന് വേണ്ടി നമുക്ക് കളിച്ചിട്ടുണ്ടായിരുന്ന ബെൽഫോർട്ടും ഹോസും ഒക്കെ പോയിൻ്റെ ആ വിഷമം ഈ 2-3 സൈനിങ്ങോട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് മൊത്തത്തിൽ മറന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അൽവാരോയും ഡൈസിനെയും നമ്മൾ കളഞ്ഞപ്പോഴും നമുക്ക് വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ ഡിമി വന്ന് ഗോൾ അടിച്ച് ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്തപ്പോൾ നമുക്ക് ആ വിഷമം ഒരു പരിധിവരെ മറന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെയും ഒരു സീസൺ ഫ്ലോപ്പിലേക്കോ ഇഞ്ചുറി വരുമ്പോൾ വീണ്ടും നമ്മൾ പറയും അൽവാറോ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഡൈസ് ഉണ്ടായിരുന്നെങ്കിൽ. ഇത് നമ്മൾ ഇന്നോ ഇന്നലെ കാണുന്നതല്ല, നമ്മൾ 4th സീസൺ മുതലായിരുന്നു കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ബെർബട്ടോയും വെസ് ബ്രൗണും എല്ലാം നമ്മുടെ ഒരു ഫെയിമിനെ വളർത്താനാണെങ്കിൽ ഫാൻസിനെ പിടിച്ചിരുത്താൻ അദ്ദേഹത്തിൻ്റെ ഒറ്റ പേര് മതിയായിരുന്നു. നമ്മൾ ഇയാൻ ഹ്യൂമനെയും കൂടെ തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവരുന്നു. സോ നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒരു സോളിഡ് ടീമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഏകദേശം റിട്ടയർമെൻറ്റിൻ്റെ സൈഡിൽ നിൽക്കുന്ന നമ്മൾ ബെർബട്ടോയെയും അതുപോലെ വെസ് ബ്രൗണെയൊക്കെ കൊണ്ടുവന്നത് ടീമിന് വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരാനെന്ന് പറഞ്ഞാൽ എനിക്കത്ര വിശ്വസിക്കാൻ പാടുണ്ട്. ഉറപ്പായിട്ടും അത് ഫാൻസിനെ അട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി തന്നെയായിരുന്നു. എന്നാൽ അത് അത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടില്ലായിരുന്നു. കാരണം റെനി മുണ്ടസ്റ്റേനെ പോലെ അത്രയും എക്സ്പീരിയൻസ് ആയുള്ള ഒരു കോച്ചിനെ കൊണ്ടുവന്നാൽ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് അതിനൊത്ത് കളിക്കുമെന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് അട്ടർ ഫ്ലോപ്പായി മാറുകയായിരുന്നു. 3rd സീസണിൽ നമ്മൾ കൂടുതലും ഫോറിൻ പ്ലേയേഴ്സിൽ ഡിപ്പെൻഡഡ് ആണ് എന്നൊരു പേര് നമുക്കുണ്ടായിരുന്നു. എന്നാൽ ആ പേര് മാറ്റാനായിരിക്കണം നമ്മൾ നല്ല ഇന്ത്യൻ സൈനിങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. മിലൻ സിംഗ്, ആർ ടുസ്മി, സുഭാഷിഷ് റോയ് ചൗധരി, ജാക്കിച്ചൻ സിംഗ് ഇവരെയൊക്കെ സൈൻ ചെയ്ത് നമ്മളൊരു നല്ല സ്റ്റാർട്ട് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതൊന്നുമല്ല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതും. ആ സീസൺ നമ്മൾ 6ാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിനിഷ് ചെയ്ത് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ റിലേഷൻഷിപ്പ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറേ ഫാൻസിനുള്ള സ്നേഹവും ഫാൻസിനുള്ള വിശ്വാസവും എല്ലാം തന്നെ അതിൽ തന്നെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു.
കോൺട്രവേഴ്സീസ് ഇഷ്ടം പോലെ നടന്ന ഒരു സീസണായിരുന്നു ഫോർത്ത് സീസൺ എന്നുള്ളത്. നമുക്കറിയാം ആദ്യത്തെ കോൺട്രവേഴ്സി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ടീമിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. FC ഗോവയ്ക്കെതിരെ 5-2 എന്ന തോൽവിക്ക് ശേഷം നമ്മുടെ റെനെ മോണ്ടസ്റ്റൈൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാപ്റ്റനെ സന്ദേശ് സിംഗ് രാവിലെ 4 മണി വരെ അദ്ദേഹം ക്ലബിൽ പാർട്ടിയിങ്ങിലായിരുന്നു. അതുപോലെ ഒരു ക്യാപ്റ്റൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം ഫുൾ മെച്യൂരിറ്റി കാണിക്കുന്ന രീതിയിൽ നമ്മുടെ റെനെ മോണ്ടസ്റ്റൈൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഒരു വെറും ഇൻ്റർവ്യൂ അല്ലായിരുന്നു, നമ്മുടെ ടീമിനെ തന്നെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ടീമിൻ്റെ അകത്ത് തന്നെ 2 ഗ്രൂപ്പായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. റെനെ മോണ്ടസ്റ്റൈനെതിരെ നമ്മുടെ CK വിനീതും റിനുവാൻഡും ഗോളിന് ശേഷം ഒരു സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നത് മീഡിയ മൊത്തം ആഘോഷിച്ചിട്ടും ഉണ്ടായിരുന്നു. സോ ടീമിൽ തന്നെ പ്ലേയേഴ്സ് സ്വന്തം കോച്ചിനെതിരെ സെലിബ്രേഷൻ നടത്തുക എന്നുള്ളത് എന്തുമാത്രം ഒരു എഫക്റ്റാണ് കൊണ്ടുവരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ റെനെ മോണ്ടസ്റ്റൈൻ പടിയിറങ്ങുന്നു. പിന്നെ നമ്മുടെ ഡേവിഡ് ജെയിംസ് ടീമിലേക്ക് വരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം ആവർത്തിക്കുമെന്ന് പറയുന്നു പരിശീലകൻ ഡേവിഡ് ജെയിംസ്. ആരാധകരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തെന്നും മാനേജ്മെന്റ് അനുവദിക്കുമെങ്കിൽ അടുത്ത സീസണിലും പരിശീലകനായി തുടരുമെന്നും ഡേവിഡ് ജെയിംസ് തിരുവനന്തപുരത്ത് പറഞ്ഞു. എന്നാൽ അവിടെ ആ പ്രശ്നം തീർന്നാണ് വിചാരിക്കുന്നത്? അല്ല, ഇവിടെയായിരുന്നു ശരിക്കും പ്രശ്നങ്ങൾ കൂടുതൽ കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ജെയിംസ് കോച്ചെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് വലിയ മാറ്റമൊന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലായിരുന്നു. നമുക്കറിയാം ഒരു ഗോൾ കീപ്പറിനെ ഹെഡ് കോച്ചായിട്ട് വെച്ചാൽ ടീമിൽ എന്ത് മാറ്റമായിരിക്കും വരാൻ പോകുന്നത് അന്നേ കുറേ ഫാൻസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സീസൺ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് അടുത്ത വർഷത്തേക്കൂടെ നിൽക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അതും കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇതിനിടയ്ക്ക് വെതർ കണ്ടീഷനായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആകാനാണോ അല്ലെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആകാൻ ഭയങ്കര പാടുപെട്ടൊരു താരമാണ് നമ്മുടെ സ്റ്റാർ സൈനിങ് ആയിട്ടുണ്ടായിരുന്ന ബെർബട്ടോ എന്നുള്ളത്. അദ്ദേഹം നമ്മുടെ ഡേവിഡ് ജെയിംസിൻ്റെ ടാറ്റിക്സിനൊക്കെ എതിരായിരുന്നു. ഇതിനിടയ്ക്ക് പല തവണ ബെർബട്ടോ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഡേവിഡ് ജെയിംസിന് കോച്ചിനെ അറിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്കില്ലിങ്ങിനെ പറ്റി വിമർശിച്ചുകൊണ്ട് ബെർബട്ടോ പല രീതിയിൽ പല തവണ അദ്ദേഹം മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡേവിഡ് ജെയിംസും ബെർബട്ടോയും തമ്മിൽ തന്നെ ടീമിൽ ഒരു മിസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു അടി നടന്നിട്ടുണ്ടായിരുന്നു. റെനെ മോണ്ടസ്റ്റൈനും അതുപോലെ CK വിനീതും റിനുവാൻഡും ഒക്കെ പ്രശ്നം നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് നമ്മുടെ ഡേവിഡ് ജെയിംസിനെ കൊണ്ടുവന്നത്. ഇപ്പോൾ തന്നെ ഡേവിഡ് ജെയിംസും നമ്മുടെ ബെർബട്ടോയും തമ്മിലൊരു ഫൈറ്റ്. സോ നമ്മുടെ ടീമിൽ അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും എന്തുമാത്രം പ്രശ്നമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് എന്ന്. മാനേജ്മെൻറ്റിൻ്റെ ഒറ്റ തീരുമാനമാണ് നമ്മൾ ഇത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനിടയ്ക്കും ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് സന്തോഷം നൽകിയ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, നമ്മുടെ ഡച്ച് ഫോർവേഡ് മാർക്ക് സിഫിനിയോസ് എന്നുള്ളത്. ഇപ്പോഴെ കുറേ ഫാൻസിന് മുഖം ചുളിഞ്ഞു കാണും, കാരണം ഇദ്ദേഹം നമ്മുടെ ഫാൻസിനുള്ളിൽ ഒരു വില്ലൻ തന്നെയാണ് എപ്പോഴും. നമുക്കറിയാം മാർക്ക് സിഫിനിയോസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 5 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സീസൺ പകുതിയായപ്പോൾ അദ്ദേഹത്തിന് ഇഞ്ചുറിയാണ്, അതിനെ കളിക്കാൻ സാധിക്കുന്നില്ല. യൂറോപ്യൻ ക്ലബ്ബിൽ നിന്ന് ഓഫറുകൾ പറഞ്ഞ ടീമിൽ നിന്ന് ഒരു മ്യൂച്വലി അദ്ദേഹം കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് പോവുകയായിരുന്നു. കുറേ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അത് സങ്കടം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിരുന്നു ഗുഡ് ജോൺ ബാൾഡ്വിൽസൺ എന്ന ഐസ്ലൻഡ് താരം ടീമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെയല്ല ട്വിസ്റ്റ് സംഭവിക്കുന്നത്. പോയി കഴിഞ്ഞ് പോയതിന് തിരിച്ചു വരികയായി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാർക്ക് സിഫിനിയോസ്. എന്നാൽ അത് ബ്ലാസ്റ്റേഴ്സിലേക്കല്ല, FC ഗോവയിലേക്ക്. ബ്ലാസ്റ്റേഴ്സിന് ശേഷം എൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ FC ഗോവയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഫാൻസിനെ കുറേ തന്നെ ഒരു മുഖം ചുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇഞ്ചുറിയാന്ന് നമ്മുടെ ഡേവിഡ് ജെയിംസ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ യൂറോപ്പിൽ നിന്നൊക്കെ ഓഫർ ഉണ്ടെന്നും. എന്നാൽ എന്തുകൊണ്ട് ISLലേക്ക് തന്നെ തിരിച്ചു വന്നു? ഈ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഇദ്ദേഹം ക്ലബ്ബ് വിടുക എന്നുള്ളത് ഒരു എഞ്ചിനീയർ ചെയ്ത ഒരു ഡിസിഷൻ അല്ലേ എന്ന്. കാരണം പ്ലാൻ ചെയ്ത് ഇഞ്ചുറി എന്ന് പറഞ്ഞ് ടീം വിട്ടിട്ട് ISLയിൽ നിന്ന് ബെറ്റർ ഓഫർ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയതല്ലേ എന്നും കുറേ പേര് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്ത കോൺട്രവേഴ്സി, ഇത്രത്തോളം പ്രശ്നങ്ങൾ നടന്നൊരു സീസണായിരുന്നു നമ്മുടെ 4th സീസൺ എന്നുള്ളത്. എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു ഫ്ലോപ്പ് സീസൺ. ആ സീസണോട് എൻഡ് ചെയ്യുന്നു. അടുത്ത സീസണിലേക്ക് ഡേവിഡ് ജെയിംസിന് ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ കിട്ടുന്നു. എന്നാൽ അദ്ദേഹം ആദ്യം തന്നെ വ്യക്തമാക്കുന്നു അദ്ദേഹത്തിന് മാർക്കി താരങ്ങളുടെ ആവശ്യം ഇനി ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കും വലിയ ബിഗ് നെയിംസ് ഇല്ലാതെ ആ സീസണിലെ സൈനിങ്ങുകളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. മാർക്കി താരങ്ങളെ വേണ്ട, എനിക്ക് ഇവരെ മതി, ഇവരിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന പേരിലായിരുന്നു അദ്ദേഹം സൈനിങ്ങുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. സിറിൽ കാലി, മതേഷ് പോപ്പളാൻഡിക്, സാവ്സ സ്റ്റോയനോവിച്ച്, പെക്കുസൻ എന്നൊക്കെയുള്ള പേരിൽ ബിഗ് നെയിംസ് അല്ല, എന്നാൽ എനിക്ക് പ്രോമിസിംഗ് ആണെന്ന് പറഞ്ഞ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ മത്സരം അങ്ങനെ ATKക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നു. 2-0 എന്ന സ്കോറിൽ അത് ജയിക്കുന്നു. 2 ഫോറിൻ സ്ട്രൈക്കേഴ്സ് ഗോൾ സ്കോർ ചെയ്യുന്നു. ന്യൂ സീസൺ, ന്യൂ ഹോപ്പ്, ന്യൂ ഹൈപ്പ് എന്ന് തന്നെയൊക്കെ പറയാൻ സാധിക്കും. എന്നാൽ അത് അവിടെ കൊണ്ട് തീരുകയായിരുന്നു. കാരണം അടുത്ത കളി നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്ന സീസണിലെ അവസാന കളി ചെന്നൈ FCക്കെതിരെയായിരുന്നു. അത് 3-0. അതിൽ നമുക്ക് സഹൽ അബ്ദുൾ സമദ് അതുപോലെ മതേഷ് പോപ്പളാൻഡിക്ക് 2 ഗോൾ. കാരണം സീസണിൻ്റെ തുടക്കത്തും സീസണിൻ്റെ അവസാനത്തും 2 ജയം മാത്രം. അങ്ങനെ നമ്മുടെ ഡേവിഡ് ജെയിംസും പടിയിറങ്ങുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഡേവിഡ് ജെയിംസ് ഒഴിഞ്ഞു.
മാനേജ്മെന്റും ഡേവിഡ് ജെയിംസുമായും പരസ്പര ധാരണയിലാണ് ഈ തീരുമാനമെന്നാണ് അറിയുന്നത്. സീസൺ ഇത്രത്തോളം ചെറുതായിട്ട് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ കാരണം ഒന്നും തന്നെ ആ സീസണിലേക്ക് പറയാനില്ലായിരുന്നു. കാരണം ഒരു ഇമ്പോർട്ടൻറ്റ് വിന്നോ ഇമ്പോർട്ടൻറ്റ് മാച്ചോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഗോൾ കറേജ് പേക്കൂസിൻ്റെ ആ ലോങ് റേഞ്ചർ ഗോൾ ബംഗളൂരു എഫ്സിക്കെതിരെ ആ 2-2 ടൈ മാത്രമായിരുന്നു. വേറെ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സീസൺ അങ്ങനെ എൻഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അടുത്ത സീസണിലേക്ക് കിടക്കുന്നു. വൺ ഓഫ് മൈ ഫേവറേറ്റ് സീസൺ. ഓക്കെ, നിങ്ങൾ കുറേ പേര് ഡിസഗ്രി ആയിരിക്കും എൽകോ ഷട്ടോർക്ക് ഇത്ര ഹൈപ്പ് കൊടുക്കണം എന്നുള്ളത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി അദ്ദേഹം എന്ന് വെച്ചാൽ 11 പേര് ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. 12ാവനായി ലൈനിൻ്റെ അവിടെ നിന്ന് ടീമിനെ നയിച്ചുകൊണ്ടിരുന്ന എൽകോ ഷട്ടോറെ ഹെഡ് കോച്ചായിട്ട് സൈൻ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വജ്രായുധമായ ബെർദിലേം ഓഗ്ബച്ചയും സൈൻ ചെയ്യുന്നു. ഇത്രയും നല്ലൊരു സൈനിങ്ങും കോച്ചിങ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ 5th സീസൺ ഫ്ലോപ്പ് ആയതിനു ശേഷം എനിക്ക് ഒരു പേഴ്സണലി ഉണ്ടായിരുന്നു ഐഎസ്എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചിനെയും കൂടെ സൈൻ ചെയ്താൽ ചിലപ്പം ഈ ഒരു പ്രശ്നം മാറും എന്നുള്ളത്. കൂടുതൽ ഓഗ്ബച്ചയും കൂടെ വന്നപ്പോൾ എനിക്ക് കൂടുതൽ ആശ്വാസമായി. കാരണം അത്രയും നല്ലൊരു സ്ട്രൈക്കറിനെ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഐഎസ്എല്ലിൽ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. ആസ് കൺസിസ്റ്റൻറ്റ് ബെർദിലേം ഓഗ്ബച്ചെ കേരള ബ്ലാസ്റ്റേഴ്സിലും കൺസിസ്റ്റൻ്റ് ആയിരുന്നു. 15 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ ബൂട്ട് ചെറിയ മിസ്റ്റേക്കിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതും ഗോളുകൾ സെയിം ആയിരുന്നു, എന്നാൽ അസിസ്റ്റുകൾ കൂടുതൽ എന്ന പേരിലായിരുന്നു വാൾസ്കിസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത്രത്തോളം ഹൈപ്പ് എൽകോ ഷട്ടോറി കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. കാരണം പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് കോച്ചസ് വരാണ് എൽകോ എന്ന് പറയുന്നത്. എൽകോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. 2012 എൽകോ ഷട്ടോറി ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ അത്രത്തോളം ഇന്ത്യൻ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ എൽകോ ഷട്ടോറിക്കും പറയാൻ ഒരു കഥയുണ്ട്. ഞാൻ പേഴ്സണലി എൽകോ ഷട്ടോറിയുടെ കൂടെയാണ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൽകോ ഷട്ടോറി ടീമിൽ വന്നിട്ട് ഫസ്റ്റ് തന്നെ പ്രീ സീസൺ UAEയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവിടെ ഷെഡ്യൂൾ ചെയ്ത് ടീമുമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബേസിക് ഫെസിലിറ്റി പോലും കൊടുക്കാൻ വേണ്ടി നമ്മുടെ സ്പോൺസേഴ്സിന് അവിടെ സാധിച്ചിട്ടില്ലായിരുന്നു. പ്രീ സീസൺ എന്നുള്ളത് ഒരു ടീമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ലീഗ് പോലെ ISLന് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാലോ. അങ്ങനെ ഒരു സംഭവം പോലും നമ്മുടെ മാനേജ്മെൻറ്റിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു, ഇല്ലെങ്കിൽ സ്പോൺസേഴ്സിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ടീം അവിടെ എന്തുമാത്രം സഫർ ചെയ്യുന്നുള്ളത് നമ്മൾ അന്ന് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ആ വീഡിയോസ് നോക്കി, പക്ഷേ കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മുടെ കോച്ച് നമ്മുടെ ഫാനിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഫാൻസിൽ ഒരാളുടെ വണ്ടിയിലായിരുന്നു ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പ്ലേയേഴ്സ് ആട്ടെ അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ വണ്ടിയിലായിരുന്നു അന്ന് സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ബേസിക് ഫെസിലിറ്റീസ് പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എൽകോ ഷട്ടോറി പറയാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രീ സീസൺ വേണ്ട, ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാമെന്ന്. അങ്ങനെ എൽകോ ഷട്ടോറി ടീമും തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു. എന്നാൽ ഇവിടെയും വലിയ കാര്യമായിട്ട് ഒരു പ്രീ സീസൺ സെറ്റാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ടർഫിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിനെ തന്നെ 2ആയിട്ട് പിരിച്ച് A-B ടീം ഇട്ടായിരുന്നു പ്രീ സീസൺ കളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ ന്യൂസൊക്കെ എന്തുമാത്രം വൈറലായിരുന്നു നമുക്കറിയാം. എന്നാൽ സോഷ്യൽ മീഡിയ അത്രത്തോളം ആക്റ്റീവ് അല്ലായിരുന്നു. അതുകൊണ്ട് കുറേ പേരും ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ പ്രീ സീസണിന് ശേഷമായിരുന്നു നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലേക്ക് കിടന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് മത്സരം നമ്മൾ ATK ആസ് യൂഷ്വൽ തോൽപ്പിക്കുന്നു 1-2 എന്ന സ്കോറിൽ. എന്നാൽ ആ സീസണിന് ശേഷം എൽകോ ഷട്ടോറി അദ്ദേഹത്തിൻ്റെ സൈഡ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാക്കി കോച്ചസ് പറയുന്നില്ല, അദ്ദേഹത്തിന് വ്യക്തമായി പോയിന്റുകളും സൈഡുകളും അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വശം അദ്ദേഹത്തിൻ്റെ സൈഡിലുണ്ടായിരുന്നു. ഈ ഷുഗർ കോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നിന്നിട്ടില്ലായിരുന്നു. ISL സീസണിന് മുൻപ് സുപ്രധാന പ്രഖ്യാപനവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ. ടീമിൽ അടിക്കടി മാറ്റങ്ങൾ വരുത്തില്ലെന്ന് പരിശീലകൻ എൽകോ ഷട്ടോറി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. The most important thing is, if you compare, for instance, last year with Northeast, I almost the whole year played with the same 11. There were 1 or 2 changes along the way, but overall it's all about creating stability together. UAEയിലെ പ്രീ സീസൺ മത്സരങ്ങളിൽ പങ്കെടുക്കാനാവാത്തത് തിരിച്ചടിയായെങ്കിലും ISL 6ാം സീസണിനെ ബ്ലാസ്റ്റേഴ്സ് ടീം പൂർണ്ണ സജ്ജമാണെന്നും ഷട്ടോറി പറഞ്ഞു. വ്യക്തമായ ഇഞ്ചുറി റീസൺസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കളിയുടെ തലേ ദിവസം പോലും എനിക്ക് സ്റ്റാർട്ടിംഗ് 11 സെറ്റാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം നാളെ അവർ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നിട്ടുണ്ടായിരുന്നത്. നിരയിലേക്ക് കൃത്യമായി പന്ത് എത്താത്തതാണ് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകുന്നതെന്ന് കോച്ച് എൽകോ ഷട്ടോറി. മികച്ച താരങ്ങൾ പരിക്കിന്റെ പിടിയിലായതും തന്ത്രങ്ങളെ ബാധിക്കുന്നുണ്ട്. ഞാൻ നോർത്ത് ഈസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ആ സെയിം ടീമിനെ വെച്ച് 80-90% സെയിം ടീമിനെ വെച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സെമി ഫൈനലിൽ എനിക്ക് ബെർദിലേം ഓഗ്ബച്ചെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എനിക്ക് ഫൈനലിലേക്ക് കടക്കാൻ പറ്റാത്തതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ആ സീസണിലെ റൺ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ മാനേജ്മെൻറ്റ് കളി കളിച്ചിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ സീസണിലെ ഒരു ഇന്ത്യൻ പ്ലേയേഴ്സിനെ പോലും എൽകോ ഷട്ടോറിയുടെ ഒരു ചോദ്യം ചോദിക്കാതെ അല്ലെങ്കിൽ എൽകോ ഷട്ടോർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഫേവറുള്ള പ്ലേയേഴ്സിനെ അല്ലായിരുന്നു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ റിക്രൂട്ട്മെൻറ്റ്സ് ഫുള്ള് ബ്ലാസ്റ്റേഴ്സ് മാനേജർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എൽകോ ഷട്ടോർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഫോറിൻ പ്ലേയേഴ്സിനെയും കോച്ചിൻ്റെ ഇഷ്ടത്തിലല്ല നമ്മൾ മാനേജ്മെൻറ്റ് കൊണ്ടുവന്നേക്കുന്നതായിരുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ മാരി ഓർക്കസും അതുപോലെ സെർജിയോ സിഡോഞ്ചി ആയിരുന്നു. Was done by the club, and there is not a complaint at all. But there was not one Indian player that I specifically chose.
The foreign players, I was involved, 5 of them, 2 were also chosen by the club. സോ നിങ്ങൾ തന്നെ നോക്കുക, പ്രീ സീസൺ സെറ്റായിട്ടില്ല, സ്വന്തം വിഷയത്തിന് ഒരു ടീമിനെ പോലും മുമ്പോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടും എന്തുമാത്രം ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും നമ്മൾ ഇഞ്ചുറി തന്നെയായിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നും ഇന്നും ഇഞ്ചുറി തന്നെയാണ് നമുക്ക് വില്ലനായിട്ട് വരുന്നതും. ഇഞ്ചുറി ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇന്ന് എന്ന് വെച്ചാൽ ഒരു ഓൾമോസ്റ്റ് ഒരു 2-3 വർഷം മുമ്പ് മുതലാണ് നമ്മൾ ഇന്ത്യ പ്ലേയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത് ISL. അതിനു മുമ്പ് ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ഒരു ബാലൻസ് തന്നെയായിരുന്നു നമ്മുടെ ISL ടീമിനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഉൾപ്പെടെ ഫോറിൻ പ്ലേയേഴ്സിനെ ഉൾപ്പെടെ മാനേജ്മെൻറ്റ് റിക്രൂട്ട് ചെയ്തു, എന്നിട്ട് കോച്ചിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്തുമാത്രം ഒരു ടീമിനെ ബാധിക്കും നമ്മൾ നോക്കിക്കാണുക. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ എന്നാണ് റെഫറിമാരെ കുറ്റം പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ടീം കൺസിസ്റ്റൻ്റായി ജയിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ റെഫറി മിസ്റ്റേക്ക് കാരണം ആ കളി തോൽക്കുന്നില്ല, സമനിലയിലേക്ക് പോകുന്നു. അന്നായിരുന്നു നമ്മൾ ഒരു കളി അല്ലെങ്കിൽ റെഫറിയെ കുറ്റം പറയാൻ തുടങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ എൽക്കോ ഷട്ടോറി അന്നേ പറഞ്ഞിട്ടായിരുന്നു ISL റെഫറി സിസ്റ്റം ഇനിയും ഡെവലപ്പ് ആകാറുണ്ട്, അല്ലെങ്കിൽ ലീഗിനെ അത് ബാധിക്കുമെന്നുള്ളത്. The level of the referees is simply not good enough. That is just too many games are influenced by that. പക്ഷേ റഫറിംഗ് പിഴവുകൾ കൂനിന്മേൽ കുരുവാണ്. When I fail or when I don't do anything else, I'm also being criticized about what we are doing. But that is on all levels. So I'm not in a negative way. I see it as a lifting of the football. അങ്ങനെ ആ സീസണും എൻഡ് ചെയ്യുന്നു. എൽക്കോ ഷട്ടോറി നമ്മൾ പറഞ്ഞു വിടുന്നു. ഷോക്കിംഗ് എന്ന് വെച്ചാൽ ഞാൻ സഹിതം എല്ലാവരും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എൽക്കോ ഷട്ടോറെ പറഞ്ഞു വിട്ടോ? കാരണം അദ്ദേഹത്തിന് ടീമിനുള്ള വിഷൻ, ടീമിനുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് അറിയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു പൊട്ടത്തര തീരുമാനം അദ്ദേഹം കറക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്യാൻ തോന്നിയത് എൽക്കോയെ ടീമിൽ കൊണ്ടുവന്നപ്പോഴായിരുന്നു. എന്നാൽ വീണ്ടും നമ്മൾ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചു വന്നൊരവസ്ഥയായിരുന്നു അത്. എൽക്കോ ഷട്ടോറെ പറഞ്ഞു വിടുക, ബെർദിനെ മോഗ്ബച്ചെ പറഞ്ഞു വിടുക, ഫുൾ ടീമിനെ അഴിച്ച് ഒരു പുതിയ ടീം പണിയാന്നുള്ളത്. വീണ്ടും നമ്മൾ 0 തുടങ്ങുന്നു. ഒരു ചാമ്പ്യൻ കോച്ചിനെ കൊണ്ടുവരിക, കിബു വിക്കൂന ഐ ലീഗിലെ ചാമ്പ്യനായ ഒരു കോച്ചിനെ കൊണ്ടുവന്നു. പിന്നെ 2 ഫോറിൻ ഡിഫൻഡേഴ്സ്, വോൾ മതിൽ ഇടഞ്ഞ കൊമ്പനെ തടഞ്ഞു നോക്കടാ എന്നൊക്കെ പറഞ്ഞാണ് കൊമ്പന്മാർ വരുന്നത്. എത്രത്തോളം ആത്മവിശ്വാസം ഈ സീസണിലുണ്ട്? വിക്കൂന എന്ന വളരെ ഇതുവരെ പരിശീലിപ്പിച്ച ടീമുകളെയൊക്കെ മികച്ച രീതിയിൽ കിരീടത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു പരിശീലകനുണ്ട്. താരങ്ങളാണ് കോസ്റ്റയും ബക്കറി കോനയുമാണ് പ്രതിരോധത്തിൽ ഇറങ്ങുന്നത്. ഒപ്പം തന്നെ പ്ലേ മേക്കറായി മധ്യനിരയിൽ വിൻസെറെ ഗോമസ് ഉണ്ട്. ഗ്യാരി കൂപ്പർ എന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അടക്കം കളിച്ചു പരിചയിച്ചുള്ള ഒരു സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നു. വീണ്ടും ബിഗ് കോച്ച്, ബിഗ് സീസൺ, ന്യൂ ഹോപ്പ്, ന്യൂ ടീം, 0 പെർഫോമൻസ്, 100% കോൺഫിഡൻസ്. അങ്ങനെ ആ സീസണും ഫ്ലോപ്പ് ആകുന്നു. നമ്മൾ ബിഗ് നെയിംസിന് പുറകെ വീണ്ടും പോയി നമ്മൾ എന്താണോ 4th സീസണിൽ ചെയ്ത് അത് തന്നെ അടുത്ത സീസണിലും ചെയ്തു. നമ്മളങ്ങനെ വീണ്ടും ബിഗ് നെയിംസിന് പുറകെ പോയ റിസൾട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഗ്യാരി കൂപ്പറിനെ നമ്മൾ സൈൻ ചെയ്യുന്നു വിത്ത് എ ബിഗ് ഹൈപ്പ്. അതുപോലെ കോസ്റ്റ കോണ ഡിഫൻസ് പിളർന്ന് ഒരു ഗോൾ പോലും പോത്തലെന്ന് വെച്ചു. നമ്മുടെ ഗോൾ വന്ന് മൊത്തം ഡിഫൻസ് പിളർന്ന് മാത്രമായിരുന്നു. അങ്ങനെ അതും ഒരു ഫ്ലോപ്പ് തീരുമാനത്തിലേക്ക് മാറുന്നു. അന്ന് കോവിഡ് ആയതുകൊണ്ട് മാത്രം ഫാൻസ് സ്റ്റേഡിയത്തിൽ തെറി വിളിച്ചില്ല എന്നൊക്കെ പറയാൻ സാധിക്കാം. ഞാൻ അത്ര ഹാർഷായിട്ട് പറയുന്നല്ല, കാരണം അത്രത്തോളം ഹൈപ്പായിരുന്നു നമ്മുടെ ന്യൂസും അതുപോലെ മീഡിയാസും കൊടുത്തിട്ടുണ്ടായിരുന്നത്. AFC പ്ലെയറായ ഒരു പ്ലെയർ ടീമിൽ വേണം നിർബന്ധം ആ സീസൺ മുതലുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജോർഡൻ മൊറെ പോലെ പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ലെസ് ഹൈപ്പ്, ഏറ്റവും ഹൈപ്പ് കുറഞ്ഞ സൈനിങ് ആയിരുന്നു നമുക്ക് ഏറ്റവും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ സീസണും എൻഡ് ചെയ്യുന്നു. നിങ്ങൾ നോക്കുക, 3rd സീസണിലെ ആ ഒരു ഒറ്റ ട്രാൻസ്ഫർ വിൻഡോ ആണ് നമ്മുടെ 4th സീസൺ, 5th സീസൺ, 6th സീസൺ ഇതുവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇവാൻ വുക്കോമനോവിച്ച് ടീമിന് വന്നതിന് ശേഷം മാത്രമാണ്. അദ്ദേഹം ഒരു കൾച്ചർ ബിൽഡ് ചെയ്തു, ഒരു കംപ്ലീറ്റ്ലി ഇന്ത്യൻ ഫോറിൻ ന്യൂ സ്ക്വാഡ് അദ്ദേഹം ബിൽഡ് ചെയ്തു. 3 സീസൺ അദ്ദേഹം അത് വെച്ച് തന്നെ കൊണ്ടുപോയി. നിങ്ങൾ നോക്കുക, ഒരു ടീം ഫ്ലോപ്പായിട്ട് ടീമിൽ ചേഞ്ച് വരുന്നതും ഒരു ടീം സക്സസ് ആയിട്ട് അതിൽ ചേഞ്ച് വരുന്നതും വ്യത്യാസമുണ്ട്. അത് രണ്ടിനും പെർഫോമൻസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും എങ്ങനെയാണ് ടീമിൽ ചേഞ്ച് വരുന്നത് എന്ന്. ഒരു ടീം ഫ്ലോപ്പായിട്ട് ടീമിനെ റീബിൽഡ് ചെയ്യുന്നതും ഒരു ടീം സക്സസ്ഫുള്ളി ഒരു സീസൺ എൻഡ് ചെയ്തിട്ട് റീബിൽഡ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇഞ്ചുറീസ് എപ്പോഴും നമുക്കൊരു വില്ലനായിരുന്നു. എന്നോട് ഇപ്പോഴും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇവാനെ ഒരു സീസണോടെ കൊടുത്തു നോക്കാമായിരുന്നു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? 4th സീസണിലെ ഇത്രത്തോളം ആ ഫൈറ്റും അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർ വിൻഡോ തന്നെയല്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്? നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടഎല്ലാവർക്കും നന്ദി പറയൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.